നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. പഞ്ചാബ് മുഖ്യമന്ത്രിയായ ഭാഗവന്ത് സിംഗ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ ഒരുങ്ങുകയാണ്. ആം ആദ്മി പാർട്ടിയിലെ ഭിന്നത അതിരൂക്ഷമാവുകയും മുഖ്യമന്ത്രിയായ അദ്ദേഹം രാജിവെക്കാതെ മറ്റ് പോംവഴിയില്ല എന്ന് കെജ്രിവാൾ കൂടി നിർദ്ദേശിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അത്തരത്തിലേക്ക് നീങ്ങുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയാണെങ്കിൽ ആം ആദ്മിയുടെ അടിയറവായിരിക്കും അത് എന്ന ഒരു സൂചന കൂടി ഭാഗവന്ത് മാൻ പറയുന്നു. പഞ്ചാബിൽ ആപ്പിന് അധികാരത്തിലേക്ക് ഇനി തിരികെ എത്താൻ കഴിയില്ല ഇത്തരമൊരു സംഭവം ഉണ്ടായാൽ എന്ന ഒരു ഡയലോഗ് കൂടി ഭാഗവന്ത് മാൻ പറയുന്നു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ 30 MLA-മാർ ആം ആദ്മിയിലുള്ളവർ കോൺഗ്രസിലേക്ക് ചേക്കേറാൻ തയ്യാറാവുകയാണ്. അവർ രാജിവെച്ച് ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ 92 സീറ്റുകളുള്ള കോൺഗ്രസ് നേരെ 62 ചുരുങ്ങും. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ 62 അതിൽ താഴെയോ ആയ കേവല ഭൂരിപക്ഷത്തിൽ മാത്രം ഭരിക്കുന്ന ഒരു സർക്കാരായി ആം ആദ്മിക്ക് മാറേണ്ടി വരും. 117 സീറ്റുകളുള്ള പഞ്ചാബിൽ കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമാകുന്നത് 59 സീറ്റുകളാണ്. അതായത് 59 സീറ്റുകളുമായി അധികാരത്തിൽ തുടരുന്ന ആപ്പിന് എപ്പോൾ വേണമെങ്കിലും അത് നഷ്ടപ്പെട്ടേക്കാം. എന്നാൽ കോൺഗ്രസ് ആണ് പ്രതിപക്ഷത്ത് എന്നുള്ളത് കൊണ്ട് തന്നെ BJPയെ പോലെ അട്ടിമറി സാഹചര്യം, ജനാധിപത്യത്തിൻ്റെ അധികാര രാഷ്ട്രീയം ഉപയോഗിച്ച് കച്ചവടം നടത്താൻ താല്പര്യപ്പെടുന്നില്ല. സ്വമേധയാൽ ഇഷ്ടമുള്ളവർ രാജിവെച്ച് ഉപതെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വന്നാൽ അതിനെ സ്വാഗതം ചെയ്യും എന്നാണ് ആം ആദ്മി പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, 2022 ഫെബ്രുവരിയിൽ നടന്ന തെരഞ്ഞെടുപ്പിലാണ് 117 സീറ്റുകളുള്ള ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി മൃഗീയ ഭൂരിപക്ഷവുമായി അധികാരത്തിലേക്ക് എത്തിയത്. എന്നാൽ അന്ന് മുതൽ ഇന്ന് വരെ ആം ആദ്മിക്കുള്ളിൽ ഉണ്ടായ പ്രശ്നങ്ങളിൽ പലതും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട നേരിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഡൽഹി തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം ലഭിക്കാതിരുന്ന ആം ആദ്മി തോറ്റ് വെണ്ണീറാകുന്ന ഒരു സാഹചര്യമുണ്ടായി. അതോടുകൂടി ആപ്പിൽ പൊട്ടിത്തെറി അതിരൂക്ഷമായി. കെജ്രിവാളിൻ്റെ പല നടപടികളെയും ചോദ്യം ചെയ്യാൻ ഇപ്പോൾ മറ്റുള്ളവർക്ക് ധൈര്യം വന്നിരിക്കുകയാണ്. അതിശി മാർലേന മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തിയപ്പോൾ ആം ആദ്മിയിൽ നിരവധി പേർ ശക്തമായ എതിർപ്പുമായി വന്നിരുന്നു. സ്വാതി മാലിവാൾ അടക്കമുള്ള നേതാക്കൾ ആം ആദ്മിയുടെ പോക്ക് ശരിയായ ദിശയിലല്ല, വളരെ വൈകാതെ അതിൻ്റെ എല്ലാ തരത്തിലുള്ള ദേശീയ പദവിയും സംസ്ഥാന പദവിയും ഒക്കെ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തും, വോട്ട് ഷെയർ ഗണ്യമായി കുറയും, അത് വിലയിരുത്തപ്പെടുന്ന സാഹചര്യത്തിൽ എത്തി നിൽക്കുന്നു. ഭാഗവന്ത് മാൻ പറയുന്നത്, താൻ രാജിവെച്ചാൽ ഒരു നിമിഷം പോലും ആം ആദ്മിയിൽ തുടരില്ല, താൻ പാർട്ടി വിടുകയോ അതല്ലെങ്കിൽ രാഷ്ട്രീയം തന്നെ അവസാനിപ്പിക്കുകയോ ചെയ്യും. കാരണം തന്നെ നാണം കെടുത്തി പുറത്താക്കാൻ ശ്രമിക്കുന്നത് കെജ്രിവാളിൻ്റെ സംഘം തന്നെയാണ് എന്നുള്ള ഒരു ഒളിയമ്പ് കൂടി ഭാഗവന്ത് മാൻ നൽകുകയാണ്. അതോടുകൂടി ആം ആദ്മിയുടെ പഞ്ചാബിലെ കാര്യവും ഏകദേശം പൂർണ്ണമാവും. അവിടെ പിന്നെ ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ അത് തകർന്നടിയാനുള്ള സാധ്യതയാണ് കാണുന്നത്.